ആണ് ഗായ്സ്. നമുക്ക് പൊട്ടിക്കാം. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻട്രോ പറഞ്ഞതിന് ഇലാവുന്ന യാസവേ എൻ്റെ ശങ്കർ കുറേ ആയി പറയുന്നത് ഞമ്മ വീഡിയോ എടുക്കുന്നുമാ. അപ്പം ഞാൻ മീഷോന്നില്ലേ പിന്നെ 2 സാധനം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. അപ്പം ഇത് 4-5 ദിവസമായോ ഇത് വന്നിട്ട്. അപ്പോൾ നെയ്ലാവൻ ഏജ് പറഞ്ഞ് ഞാൻ വന്ന് ഞങ്ങൾ പൊട്ടിക്കാറുണ്ട്. സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മ ഞങ്ങൾക്ക് മറക്കുന്നത് ഒരു പോയിൻ്റ് ശേഷമാണ് എനിക്ക് ഓർമ്മയാണ്. അപ്പോൾ ഓറ് പൊട്ടിക്കാൻ വന്നിട്ട് ഓറ് പൊട്ടിക്കാതിരിക്കുമ്പോൾ ഒരു പാങ്ങില്ലല്ലോ, അവർക്ക് ഭയങ്കര ആശയാണ് ഇങ്ങനെ അൺബോക്സിങ് അല്ലോ. അങ്ങനെതാ ഈ 4 ബോക്സ് ഞാൻ ഓർഡർ ആക്കിയ ഫ്രിഡ്ജിൽ വെക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള പാത്രം. ഇത് പിന്നെ ഫ്രിഡ്ജിലെല്ലാം വെക്കാൻ നല്ലതാണ്, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുണ്ട്, നല്ല ഉറപ്പുള്ള പാത്രം തന്നെ. 200-ന് താഴെ ഉള്ളൂ ഇത് വരുന്നത്, 200 ഉറുപ്പ്യക്ക് താഴെ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് നെയിലാൻ്റെ ജ്വല്ലറി ബോക്സ് മീൻസ് കമ്മൽ, ഉള്ള ക്ലിപ്പ്, കല്ല് അങ്ങനത്തെ എല്ലാം ഇട്ടേക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഓർഡർ ചെയ്തതാണ്. ഓൾക്കിന് എത്ര ഇങ്ങനത്തെ മീൻ ഒരു കുണമില്ലാവേ. ഓളതിപ്പോൾ 2 ദിവസത്തിൽ പൊടിയാക്കി ഇടങ്ങ് മുളയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതാണ് ഓളവസ്ഥ. ഇത് ഇങ്ങനത്തെ 3 തട്ടിയായിട്ടുള്ളത്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പീസായിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഇതാ ഒരു ക്ലിപ്പും കല്ലെല്ലാം ഇടുന്നുണ്ടാവും പറക്കിയിട്ട്. നെയിലാനെയും കാട്ടി തിരക്കിനെ യാസിന് അതെല്ലാം പറക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടാൻ. പിന്നെ അങ്ങനെതാ ഓളെ ക്ലിപ്പും കല്ല് അങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് വെച്ച്, പിന്നെ സേഫ്റ്റി പിന്നെ അങ്ങനത്തെ എല്ലാം ഉണ്ടാകുന്നല്ലേ, എല്ലാം അടിയിലിടി ചാടിയിട്ടുണ്ടാകും. ഓളെ എപ്പോൾ നമുക്ക് അടിക്കുമ്പോൾ കിട്ടില്ല തന്നെ ഓളെ ഇങ്ങനത്തെ തന്നെ. അപ്പോൾ അതെല്ലാം ഒന്ന് ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളോട് പറഞ്ഞു ഇങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ നേരെ ഇട്ട് വെക്കുമല്ലോ എന്ന് വിചാരിക്കുന്നു. പക്ഷെ തോന്നുന്നില്ല ഇടുന്നു ഇങ്ങനത്തെ ഒന്നും. എല്ലാ ഡ്രവറിൽ തുറക്കുമ്പോൾ ഇവളെ സാധനം തന്നെ ഉണ്ടാവും. ഒരു കപ്പാട്ട് തന്നെ ഒക്കെ കൊടുത്തു എന്തെങ്കിലും ഇല്ലേ, ഓളെല്ലായിടത്തും ഇത് കൊണ്ടുവരും. ഓൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് കയറിനവേ. കൂന്തൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ പോയിട്ടാകുമ്പോൾ. അങ്ങനെ കൂന്തൽ റോസ്റ്റ് ആക്കാമെന്ന് വെച്ചിട്ട് മുളും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, കുറച്ച് സമയം ഞാൻ വെച്ചിട്ടുണ്ടായിന്. എന്നിട്ട് പാൻ വെച്ചിട്ട് ഓയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ടാവേ കൂന്തൽ. നല്ല ടേസ്റ്റാവേ, വലിയ കൂന്തൽ ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഓയിൽ വെച്ചിട്ട് കുറച്ച് സമയം ചെറിയ തീയിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. കത്തിപ്പോണ്ടറ പാപ്പ വന്ന് ഞാൻ നോക്കിനവേ, ചെറിയ തീയാക്കിയിട്ട് വെച്ചിട്ട് ഇപ്പുറം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ അപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് നീരുള്ളി, സവാള എന്ന് പറയും, നീരുള്ളീനെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇട്ടിനവേ. ഒരു നീരുള്ളി ഇട്ടിന്, നല്ല വലിയൊരു നീരുള്ളി ഇട്ടിനവേ. കുറച്ച് കുന്തരന്നെ എടുത്തിനത്. ന്യൂയോർക്കാർക്ക് വലിയ ഇഷ്ടമല്ല. ചെമ്മീൻ ഉണ്ടാകുന്ന നോക്കാലിട്ട് പോയത് മാർക്കറ്റിൽ, അപ്പോൾ ചെമ്മീൻ ഉണ്ടായിട്ടാണ്. പിന്നെ ഇതിലേക്ക് കറിച്ചപ്പല, കറിവേപ്പില എന്ന് പറയും. പിന്നെ ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളിനെ കുത്തിയിട്ടിട്ടതവേ, പേസ്റ്റാക്കിയതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇതിങ്ങനെ പച്ചമുളകിന് മുറിച്ചിട്ടിട്ട്, മുളക് അത് മുറിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കറിച്ചപ്പല ഇട്ടിട്ടില്ലേ കുറച്ച് സമയം ചെറിയ ഇതിൽ തന്നെ ഇങ്ങനെ വെച്ചവേ. എന്നിട്ട് തക്കാളി ഇട്ട് അതെല്ലാം അതിൻ്റെ ശേഷം തക്കാളി ഇട്ട് നല്ല പങ്ങലെ ഇട്ട്. എനിക്കിഷ്ടമായി ഈ കൂന്തൽ ചെമ്മീനെല്ലാം ഇങ്ങനെ റോസ്റ്റ് ആക്കിയിട്ട് ദോശക്ക് എന്തിനും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ എല്ലാത്തിനും ജലദോഷം പനീർ കഴിയുന്നുണ്ടായിട്ടാണ്, അപ്പോൾ ഒന്നൊന്നും കഴിക്കുന്നുണ്ടായിട്ടാണ്. എല്ലാ ഫുഡും വേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഇതൊന്ന് ട്രൈ ആക്കാനായിട്ട് ഇങ്ങനെ ആക്കിയതാണ്. ഏകദേശം ആയിട്ടുണ്ടാവേ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ദോശ ചട്ടിയും കൂടി വെച്ചിട്ടുണ്ടായിന്. ഇനി എത്ര എന്തായെങ്കിലും ഇവർക്ക് ദോശ വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല. ചെമ്മുക്കും ഇല്ല, നെയ്യാസിനും ഇല്ല. ഞങ്ങൾ 2 പൊറോട്ട പാക്കറ്റ് ഉണ്ടായിനവേ, അത് ചൂടാക്കിയിട്ട് ഓരോന്ന് തിന്നതവേ. ഈ ദോശ തിന്നിട്ട് മടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെതാ ഉപ്പാക്കും മോനിക്കും ദോശ കൊടുത്തത്. പക്ഷെ 2 കഴിച്ചിട്ടാണ്, ഒരു ദോശ ഫുള്ളും 2 കഴിച്ചിട്ടാണ്. കഴിക്കാൻ ബായിക്ക് ടേസ്റ്റ് ഇല്ല. നല്ല കറി ഉണ്ടാക്കിയിട്ടും തിന്നാൻ കഴിയുന്നുണ്ടായിട്ടാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിന്. പനി വന്നെങ്കിൽ എല്ലാവരും അവസ്ഥ തന്നെയല്ലേ, ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു വൈറൽ ഫീവർ. അങ്ങനെ കൂന്തൽ റോസ്റ്റ് കാണുമ്പോൾ തന്നെ നല്ല ചേരില്ലേ. വേറെ എന്തും ഇങ്ങനെ മസാലപ്പൊടി അങ്ങനത്തൊന്നും ഇടല്ല. കുറച്ച് ഓയിൽ അധികമായിനല്ലേ, കുറച്ച് ഓയിൽ അധികമായിന്ന് എനിക്ക് തോന്നി. അങ്ങനെ ദോശ ഒരു 3 ദോശ ചുട്ടിട്ട് ഞാൻ പൊറോട്ടേൻ്റെ പാക്കറ്റ്, ഹാഫ് ബോയിൽഡ് പൊറോട്ടയില്ലേ പാക്കറ്റ്, ഈസി പാക്കറ്റിൻ്റെ. അപ്പോൾ ഇത് ഞാൻ അതൊന്ന് 3 പൊറോട്ട അടിച്ച് വെച്ചിനവേ. എനിക്കൊന്ന് നെയ്ലാക്കൊന്ന് എക്സ്ട്രാ അവർക്ക് ബാണം കായത് വെച്ച്. പക്ഷേ ഞങ്ങൾ 2 ആൾക്കും തിന്നാൻ കഴിഞ്ഞിട്ടാവേ. അതും അടിക്കാനേ കഴിയുന്നില്ല. അപ്പോൾ പൊള്ളിയിട്ട് എന്ത് പൊള്ളൽ റബ്ബത് ഇങ്ങനെ അടിക്കുമ്പോൾ. നിങ്ങൾക്ക് കഴിയുന്ന ഇങ്ങനെ അടിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് അടിച്ചിട്ട് ബാക്കി ഞാൻ ചെമ്മൂരോട് ഒന്ന് അടിച്ചെന്നിരുന്നു പറഞ്ഞു. ഒന്നിങ്ങനെ എല്ലാം അടിച്ചു.
ബാക്കി 2 ചെമ്മീൻ അടിച്ചു. അങ്ങനെ ഞാൻ ദോശേനെ ട്രൈ ആക്കി നോക്കിയവേ, ദോശയും പൊറോട്ടയും. ഫസ്റ്റ് പൊറോട്ട ഒരു പീസ് നോക്കി കുന്തലേക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിനവേ, വെറുതെ പറഞ്ഞല്ല, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറഞ്ഞല്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ഇവിടെ എനിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലവേ, പക്ഷെ ഇതെന്തോ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ പൊറോട്ടയും കൂന്തലിൻ്റെ നോക്കി. രണ്ടാമത് ദോശ ഇതുപോലെ തന്നെ കഴിച്ച് നോക്കിയവേ. ദോശ വേണ്ടെന്നറിയില്ല, എനിക്ക് ദോശക്ക് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ചെമ്മീറിന് ദോശക്ക് നല്ല പാങ്ങുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.